ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര അവിയലാണേ. പല രീതിയിൽ ഇതുണ്ടാക്കാറുണ്ട്. നമ്മളിന്നൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് നമ്മൾ കുറച്ച് ചുവന്ന ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരൻ അരിയുന്ന പോലെ തീരെ ചെറുതാവരുത്. പിന്നെ ചീരയുടെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചീമച്ചേമ്പിൻ്റെ തട, വിത്തല്ല തട, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീമച്ചേമ്പിൻ്റെ തന്നെ താള് വലുതൊക്കെ നമ്മളൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് നമ്മൾ വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളിയുള്ള മാങ്ങയുള്ളവർ അത് മാത്രം ചേർത്താൽ മതി. ചീമച്ചേമ്പിൻ്റെ തട നമ്മളെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നോക്കിയിട്ട് വരാവേ. ഇതാട്ടോ ചീമച്ചേമ്പിൻ്റെ തട, വിത്തല്ല. ഇതിൻ്റെ പുറത്ത് തൊലിയൊക്കെ നമുക്കിങ്ങനെ ചെത്തിയെടുക്കണേ. ഇത് അവിയലിനകത്തിടുമ്പം നന്നായിട്ട് വെന്ത് വന്നോളും, നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അങ്ങനെ ചെത്തിയെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എങ്കിലല്ലേ ചീര തണ്ടിൻ്റെയൊക്കെ കൂടി ഇരിക്കുമ്പോൾ വെന്ത് വരുള്ളൂ. നമുക്കിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് നമുക്ക് കഴുകാം. അവിയലുണ്ടാക്കാൻ നമുക്ക് കുക്കറിലേക്ക് ആദ്യം ചേമ്പിൻ്റെ തട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടിടാം. കൂടത്തിൽ തന്നെ താളും ഇട്ട് കൊടുക്കാം. ചീമച്ചേമ്പിൻ്റെ അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയൊക്കെ എടുത്ത് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടണേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. എന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3 വിസിൽ വരെ മതിയായിരിക്കും മീഡിയം ഫ്ലെയിമിൽ. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ. ഒരു 1.5 മുറി തേങ്ങ, ഒരു 5-6 ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാവേ. നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. കണ്ടാടി വെള്ളമൊക്കെ ഉണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാവേ ചേമ്പിൻ്റെ തടയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, അതും കൂടി ഇടാം. മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് കുറച്ച് വാളംപുളിയുടെ വെള്ളവും കൂടി ഒഴിക്കുവാണേ. എരിവും അല്പം കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇളക്കേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാവേ. ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 1 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കാം. വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണം ഒന്ന് പിടിച്ചിരിക്കാനായിട്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാവേ. ആ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചേമ്പിൻ്റെ തടയും താളും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ചേമ്പിൻ്റെ തടയും താളും ഒക്കെ ഉള്ളവർ അവിയൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി അല്ലേ. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.